നീണ്ട 8 മാസത്തെ ദൗത്യത്തിനൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് എക്സ്പെഡീഷൻ 74 സംഘം ഉടൻ ഭൂമിയിൽ തിരിച്ചെത്തും. സോയൂസ് MS-28 പേടകത്തിലാണ് സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ഉച്ചയ്ക്ക് 12:33 സോയൂസ് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്ത് ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. 3:55 കസാഖിസ്ഥാനിലാണ് ലാൻഡിംഗ്. മഹേഷ് പോലൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മഹേഷ്, അങ്ങനെ ആ ദൗത്യസംഘവും തിരിച്ചെത്തിയിരിക്കുകയാണ്. 3 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വിവരങ്ങൾ. ബദ്രാം, ക്രിസ് വില്യംസിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. സോയൂസ് 28 എന്ന് പറയുന്ന ദൗത്യം നമുക്കറിയാം. സോയൂസ് 29 അനിൽ മേനോൻ ഉൾപ്പെടെയുള്ള യാത്രികർ നേരത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. എക്സ്പെഡിഷൻ 74 എന്ന സംഘമാണ്, ദൗത്യ സംഘമാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പാരച്യൂട്ട് വിടർന്ന് ആ പേടകം കരയിലാണ് ഇറങ്ങുക. സാധാരണഗതിയിൽ നമ്മൾ നാസയുടെയൊക്കെ സ്പേസ് എക്സ് പോലുള്ള പേടകങ്ങളുടെ വരവ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് പസഫിക് സമുദ്രത്തിലോ മറ്റേതെങ്കിലും കടലിലോ ആണ് ഇറങ്ങാറ്. അതിന് പകരമായി ഇത് കസാഖിസ്ഥാനിലെ ഒരു തെക്ക് കിഴക്കൻ പ്രവിശ്യയിലുള്ള ഒരു മരുപ്രദേശത്താണ് ഈ പേടകം ഇറങ്ങുക. ഈ പേടകം പതിയെ ഇറങ്ങും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പാരച്യൂട്ട് വിടർന്നതിന് ശേഷം നമ്മൾ ഈ കാണുന്നത്. ആ പാരച്യൂട്ട് വിടർന്ന് അല്പസമയത്തിനകം തന്നെ അത് ഭൂമി തൊടും എന്നുള്ളതാണ്. നീണ്ട 8 മാസ കാലയളവിലാണ് ഈ 3 യാത്രികർ അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വലിയ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. കാരണം അത് ദീർഘനാളത്തെ പരീക്ഷണമായിരുന്നു. ദീർഘനാളത്തേക്ക് മനുഷ്യ ശരീരം എങ്ങനെ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങളായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ കൃത്യമായി തന്നെ നടക്കുകയും ചെയ്തു. അതായത് നവംബർ 27, 2025 നവംബർ 27 ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് ഈ പേടകം സോയൂസ് 28 വിക്ഷേപിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ യാത്രികർ തിരിച്ച് എത്തുകയാണ്. 3 യാത്രികർ, ഒന്ന് ക്രിസ് വില്യംസ്, നാസയുടെ മുതിർന്ന ബഹിരാകാശ സഞ്ചാരിയായ ക്രിസ് വില്യംസ്, ഒപ്പം തന്നെ റഷ്യൻ കോസ്മോനറ്റുകളായ സെർജി കുട്സെർച്കോവ്, ഒപ്പം തന്നെ സെർജി മിക്കേവ് എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. അവർ 3 പേരുമാണ് ഇപ്പോൾ വരുന്നത്. ഈ സോയൂസിൻ്റെ നമുക്കറിയാം, സോയൂസ് ദൗത്യം എന്ന് പറയുന്നത് റോസ്കോസ്മോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ദൗത്യമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്, ബഹിരാകാശ നിലയവുമായിൻ്റെ പ്രവർത്തനം നടക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ സോയൂസ് എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ടിരിക്കുന്ന സീരീസിൽപ്പെട്ട ഒട്ടനവധി യാത്രകൾ ഇതിന് മുൻപും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 8 മാസ കാലയളവിൽ അവിടെ നിന്ന് വളരെ സുദീർഘമായ പഠനങ്ങൾ നടത്തിയ ശേഷം, അതായത് മൈക്രോഗ്രാവിറ്റിയിൽ അവിടെ നമുക്കറിയാം ബഹിരാകാശ നിലയത്തിനകത്ത് മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ മനുഷ്യ ശരീരം ദീർഘനാളത്തേക്ക് എങ്ങനെ ഈ പൊരുത്തപ്പെടുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആ പഠനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കും ചാന്ദ്ര ദൗത്യങ്ങൾക്കുമുള്ള കരുത്ത് പകരുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായി ഈ പഠനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ എക്സ്പെഡിഷൻ 74 സംഘം ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് നവംബർ 7 യാത്ര തിരിച്ചത്. അതിനുശേഷം ക്രിസ് വില്യംസ് അടക്കമുള്ള യാത്രികർ അവിടെ തങ്ങുകയും 8 മാസ കാലയളവിൽ അവിടെ നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. നമുക്ക് വലിയ ആനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് അനിൽ മേനോൻ ഉൾപ്പെടെയുള്ള യാത്രികർ അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് ക്രിസ് വില്യംസ് ഉൾപ്പെടെയുള്ള യാത്രികർ അവർ ചേർന്ന് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതായത് അവർക്ക് പിന്നാലെ അവിടെ ഭൂമിയിൽ നിന്ന് അവിടേക്ക് എത്തിയ ആളുകളെ സ്വാഗതം ചെയ്ത് അവർക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ അവിടെ ബഹിരാകാശ നിലയത്തിൽ 7 യാത്രികരുണ്ട്. അതിൽ 7-ൽ 3 യാത്രികർ എന്ന് പറയുന്നത് സോയൂസ് 29 പേടകത്തിൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് കുറേ കൂടി ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകും. പാരച്യൂട്ട്, അതിൻ്റെ മെയിൻ പാരച്യൂട്ട് ഇപ്പോൾ വിടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അതൊന്ന് അകന്ന് മാറിയ ശേഷം വീണ്ടും ഡ്രാഗ് പാരച്യൂട്ടുകളായി മാറി വീണ്ടും വലിയ പാരച്യൂട്ടിലേക്ക് വന്ന് ഒരു പക്ഷേ ഭൂമിയിലേക്ക് നിലം തൊടുന്നതായിരിക്കും. അതിൻ്റെ അടിഭാഗത്ത് ഈ ഭൂമിയിൽ അത് സ്പർശിക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഒരുപക്ഷെ അത് ലാൻഡ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന അതിൻ്റെ ഇളക്കം, അത് തടയാനുള്ള
സാമഗ്രികളും ഒരുക്കങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഈ പേടകത്തിനകത്ത് തന്നെ ഉണ്ട്. ഇതിനു മുൻപും സോയിസിൻ്റെ പല യാത്രകളിലും നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ അവിടേക്ക് ഇതൊരു ഒരു തെക്ക് കിഴക്കൻ പ്രവിശ്യയിലെ ഒരു മരുഭൂമി മൂലം കിടക്കുന്ന ഒരു ഇടമാണ്. കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അവിടേക്ക് ചെറുവാഹനത്തിൽ നിന്ന് അവിടേക്ക് ഇത് ലാൻഡ് ചെയ്യുന്ന ഏരിയ എവിടെയാണ് എന്ന് കൃത്യമായി നോക്കിയ ശേഷം അവിടേക്ക് റോസ്കോസ്മോസിൻ്റെയും നാസയുടെയും ഒക്കെ ആളുകൾ അവിടെ എത്തി അവരെ റിക്കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അത് കുറച്ച് അധികം സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്.